ഗൈസ് വാട്സാപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് വാട്സാപ്പ് അല്ലല്ലേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ക്രേസി ബോയ് ഗെയിമിൻ്റെ ഉടനെ മറ്റൊരിലേക്കല്ല നമ്മൾ വന്നിരിക്കുന്നത് ഗെയിം ക്രാഫ്റ്റ് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ പ്ലേ സ്റ്റേഷനൊക്കെ നമ്മളിങ്ങനെ നിർമ്മിക്കുന്നു. അത് മറ്റേ ഇങ്ങനെ ഇൻ്റർനെറ്റ് കഫ. ഫസ്റ്റ് ഇന്ന് നമ്മൾക്ക് കൺട്രോൾസൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇത് മൊബൈൽ വെർഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കണ്ട. നമ്മളെ പി സി ഒക്കെ കണ്ട ഗൈസ്, സെറ്റ് പി സി. അവർ പുതിയ ടേബിളും കസേര നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മൊത്തം ആക്കണം ഗൈസ്. ഇതൊരെണ്ണം താങ്ക് യു. കണ്ട ഫേസ്ബുക്കിൻ്റെ ആഡ് തള്ളി വിട്ടേക്ക. ആദ്യം നമുക്ക് ഇതെടുക്കുന്നു, തുറക്കുന്നു. മോണിറ്റർ, 2 ഫാനുള്ള മോണിറ്റർ. ഇതൊക്കെ നമ്മുടെ അടുത്ത് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ആളാവും ഗൈസ്. ഇതെല്ലാം നമ്മുടെ അടുത്തുണ്ടെങ്കിലേ നമ്മളിതല്ല ഇതിൻ്റെ അപ്പുറമുള്ള ഗെയിം കളിക്കും. പക്ഷെ അതില്ല ഗൈസ്, അത് ദുഃഖപൂർണമായൊരു കാര്യമാണ്. പുതിയ കീബോർഡ്, നമുക്ക് ലൈറ്റ് കത്തുന്ന കീബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ ഗൈസ്. ഒരു ശൂന്യ മൗസ്. എനിക്കറിയാത്തൊരു കാര്യം, ഈ കീബോർഡിന് വള്ളിയില്ലേ? കീബോർഡിന് വള്ളിയില്ല ഗൈസ്. അതൊരു സങ്കടപൂർണമായ കാര്യമാണ്. കീബോർഡ് നൈസ്. കീബോർഡിന് വള്ളിയില്ല. എന്താ ചെയ്യണ്ടേ? തുറക്കുക. അത് ശരി, 8 ലെവലാണ് ഗൈസ്. നമ്മളിതിൻ്റെ ഒരു ബിസിനസ് തന്നെ തുടങ്ങും ഗൈസ്. ഇവിടുത്തെ ഓണിങ് 5 ലെവല്. മതി അറിയാം സാറേ. ഗെയിം ഉണ്ട് സാറേ, കയറിക്കും സാറേ. കുറച്ച് നേരം കൂടുതൽ കളിച്ച കാശൊക്കെ തന്നെ സാറേ. കാശൊക്കെ കിട്ടി. ഒരു MB. ഈ വാട്സാപ്പിനെ പഠിച്ച് എന്തിനാ വന്നേക്കണേ? വാട്സാപ്പല്ലല്ലോ, ഫേസ്ബുക്കല്ലേ സാറേ. വെയിറ്റ് ചെയ്യണം സാറേ. നോക്കട്ടെ സാർ. ഇപ്പം തീരുവാ ചേച്ചി കളിച്ചുണ്ട്. കാശൊക്കെ ആകുമ്പോൾ രണ്ടാമത്തെ കമ്പ്യൂട്ടറും വെക്കുന്നുണ്ട് സാറ്. അയാൾ പോയി സാറേ. ഉണ്ട് സാറേ, കളിച്ചോ. റെസ്പെക്റ്റ്. ഞാൻ ഗൈസ്, നിങ്ങളെ ശ്രദ്ധിച്ചോ? ബൂസ്റ്റ് സീക്രട്ടമായ എനർജി. എന്താ സ്പീഡ്! പുള്ളിക്കാരനൊക്കെ മറ്റേ കക്കൂസെ പോവാൻ മുട്ടുള്ള പോലെയാണ് പുള്ളിക്കാരൻ ഗെയിം കളിക്കുന്നത്. നമ്മുടെ PC കണ്ടോ? നോക്കട്ടെ, ഈ PCക്ക് എത്ര, നമ്മുടെ ഇരിക്കണ PCക്ക് എത്രയാന്ന് നോക്കട്ടെ. ഇതല്ലേ നമ്മുടെ ഇരിക്കണ PCക്ക് അത്രയൊന്നുമില്ല. ഇതിൻ്റെ പോന്നെ കക്കൂസി പോകാൻ മുട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഒരു ചേട്ടാ. ഈ ഫേസ്ബുക്കിന് എന്തിനാണ് എന്ത് സ്ലോ? ഇതാണല്ലോ 5ാമത്തെ ലെവലിലൊക്കെ കൊണ്ടുപോകുന്ന സാധനം. മനസ്സിലായി. നോർമലി അങ്ങോട്ട് ബോധിച്ചിരിക്കണം. നമുക്കൊരു പുതിയ മേശയും കസേരയും അങ്ങ് വാങ്ങിക്കാം. ഒരു മേശയും കസേര പോരട്ടെ. വെയിറ്റ് ചെയ്യണം സാറന്മാരെ, അവിടെ കളിച്ചു. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്ത് കുറേ എത്തണം ഗൈസ്. ഷോപ്പ് നാശില്ലാത്ത കാര്യങ്ങൾ. ബൂസ്റ്റ് വേണ്ട.
ചെറിയ നമുക്കിത് ആദ്യം ഒരെണ്ണം വാങ്ങിക്കാം. പേ ഓക്കെ സാറന്മാരെ, നമ്മുടെ ഒരു പ്രൊഫഷണൽ അല്ല, ഞാനെന്താ കാണിക്കണേ? കമ്പ്യൂട്ടർ ഓക്കെ സാർ. ചേച്ചിയുള്ള പ്ലെയറാണ് ചേട്ടാ. ആ കമ്പ്യൂട്ടറിൽ വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കാൻ പറ്റും. 100 കമ്പ്യൂട്ടറാ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്നേ വാങ്ങിച്ചാനെ? 100 കമ്പ്യൂട്ടർ കിട്ടും കൈസ്. ഞാനത് ഇന്നാണ് അറിയുന്നത്. പറ്റിയാൽ നമുക്ക് വാങ്ങിച്ചിടാം കൈസ്. കമ്പ്യൂട്ടർ അത്ര ആയിട്ടുള്ളൂ ചേട്ടാ. ചേച്ചി കളിച്ച് കയറിട്ട് 11 രൂപക്ക് എന്തായിട്ട് ഈ ടേബിളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് പോന്നെ. ഇതെന്ത് സയൻസ് ലാബോ? എന്താണ് അത് കാരണം തന്നെ നമുക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒപ്പിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒപ്പിക്കാം. ഇത് ഒരെണ്ണം വാങ്ങിക്കണം. പൊന്നെ 300 ഈ സാധനമൊക്കെ കിട്ടും. നാളെ തന്നെ ഒരെണ്ണം വാങ്ങിക്കണം. മോസൊന്നും ഇത് പിന്നെയെങ്കിലും വാങ്ങിക്കാം. എക്സ്ഫോണും പിന്നെ ആയാലും വാങ്ങിക്കാം ഗൈസ്. ആവശ്യമില്ല ഇത്. അല്ലേ ഇവൻ മൗസ് ഉപയോഗിക്കാണ്ടാണ് ഗൈസ് കളിക്കണേ. കിടിലം പ്ലെയർ തന്നെ. ആ മണി തരൂലേ? മണി അത് പോയാ മതി. തല്ലിക്കാശ് വാങ്ങിക്കേ സാറേ. ഇങ്ങനെ നല്ലതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സാറിനെ കടത്തി വിടണം. സാറെങ്ങനെ ചെയ്ത് ആ ചേച്ചീനെക്കാട്ടും കൂടുതലായിരിക്കും സാറ്. സാറിൻ്റെ പേര് സുരേഷ് ഗോപി എന്നല്ല അറിയാം. അടുത്ത ആളും കൂടി ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോകുന്നതും ഒരു മൗസുമാണ്. മൗസും കീബോർഡും മുഖ്യമ്പികലെ. സത്യം പറഞ്ഞാൽ എന്തിനാ ഗൈസ് മൗസ്? എന്തിനാ മൗസ്? ദേ ഈ പൊട്ടം വരെ ഉപയോഗിക്കുന്നില്ല. പിന്നെന്തിനാ മൗസ്? മൗസും അല്ല, 100 ഒരു ഡിജിറ്റൽ മൗസാണ് ഗൈസ്. എനിക്കറിയാത്തൊരു കാര്യമുള്ളൂ. ഈ ഗെയിമാരെ ആ കറി കയറുവാൻ സാധ്യത കേട്ടാ സൈക്കിളിൽ ബെല്ലടിക്കണതുകൊണ്ട്. ഇനി ഈ സാധനം കൂടി സാധേ വടി കയ്യിലെടുത്ത് പിടിക്കാം ആവശ്യം വരും. ഏത് ബേബി പാസൊന്നും ഇല്ല ചേട്ടാ. നമ്മൾ പാവമാണ് ചേട്ടാ, തടയേണ്ട ചേട്ടാ. മാത്രമല്ല ഞാനേ വലിയൊരു മഹാനാവും ഈ ഗെയിമിൻ്റെ അകത്ത്. ദേ ഇതെന്ത് സാധനം? ഇവൻ കയറു നോക്കട്ടെ. ഇതാണ്ടാ ഷേക്ക് പോണ്. സർവത്തല്ല ഇട്ട ഷണ്ട പൊന്നെ. എൻ്റെ പൊന്നോ വേണ്ട. ഈ ഗെയിം ഞാൻ പണ്ട് കളിച്ച സമയത്ത് ഈ സാധനമൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ ഞെരിന്ന് ഇങ്ങനെ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവനെ തല്ലി ഓടിക്കാൻ പറ്റൂലേ? ഒന്ന് നോക്കട്ടെ. ആ തല്ലി ഓടിക്ക. അത് നല്ലവരുണ്ട്. കാശ് സമ്പാദിക്കാൻ നല്ലൊരു കാര്യം കിട്ടി ഗൈസ്. Start trading on Olympic with just 70 rupees. Wait, only 70? Wow!
അയ്യോ ഞാൻ ഇൻസ്റ്റാളിൽ പിടിച്ചാണ് കഴിച്ചത്. എനിക്ക് ഞാൻ ഇത്രയും നേരം കളിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടില്ല. കറക്റ്റ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എൻ്റെ നടക്കേറി ഇങ്ങനെ വന്നോളൂ. ഗൈസ് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഞാൻ പിന്നെ കുറച്ചാക്കിയിട്ട് തല്ലു പിടിച്ചാലോ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വീഡിയോയും ഒരു വാണിംഗ് എന്നൊക്കെ പറഞ്ഞു. ഷെയറൊക്കെ മാറ്റാല്ലേ? ഹേ പയ്യൻസ് എഴുന്നേറ്റോ? ഈ വടി കൊണ്ട് ഇങ്ങനെ ഒരു പേരുണ്ടല്ലോ. ഇനി ഇവിടെ രണ്ടുപേര് കളിക്കാം. ഇവിടെ രണ്ടാമത്തെ ഗെയിമും കൂടി ഒന്ന് വാങ്ങിക്കും. പറ്റി ഇതല്ലേ ഇല്ലാത്ത അതൊരെണ്ണം പേയോ ആരിക്കാടാ പേ. മറ്റേ കമ്പ്യൂട്ടർ ഗെയിമും കൂടി വാങ്ങിക്കിട്ട്. ഇവിടെ ഗെയിം അവിടെ, ഇവിടെ ഗെയിം അവിടെ. ഗെയിം അവിടെ. ആ ഇവിടെ ആണെങ്കിൽ അതില്ല, വാങ്ങിക്കാൻ പറ്റില്ല. ഇനി രണ്ടുപേര് കളിക്കാം. ഓ ഓക്കെ കയറിക്കോ. ഇല്ല ചേട്ടാ ഈ ഗെയിമുണ്ട്. കയറിക്കോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് ചെറുതായിട്ട് ലോങ് വീഡിയോ ആയോ എന്നൊരു ഡൗട്ടുണ്ട്. ലോങ് വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. അടുത്ത ദിവസം കാണാം. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ലൈക്ക് ടാർഗറ്റ് 2 അത്രയെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ ഗൈസ്. ലൈക്ക് ടാർഗറ്റ് 2. താങ്ക് യു ഗൈസ്. ഇത് ഞാനൊന്ന് മൊത്തത്തിൽ ഒന്ന് കളിച്ച് ഇത്തിരി പച്ച പിടിക്കട്ടെ. അപ്പം നാളെ കാണാം. ഗുഡ് ബൈ.